സഹൃദയരെ, കോട്ടയം ജയഭാരതി തിയേറ്റേഴ്സിന്റെ 16ാമത് നാടകം അച്ഛൻ മികച്ച നാടകം. രംഗത്ത് KPSC ഓമന, കോമള തൊടുപുഴ, കോമള ടച്ച് റിവർ. അപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഇത് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ദിയക്ക് ടാക്സിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയാണ് പറഞ്ഞത് നമ്മുടെ ഇങ്ങനെ ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓവർ ടൈം ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു, അതിനിപ്പോൾ അടിച്ചമർത്തുന്ന ഒരു സമീപനം ഉണ്ടായി. അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ദിയയുടെ ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. 1 മുതൽ 8 വരെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്നായിരുന്നു. അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു, അടിക്കാൻ വരുന്നുണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നന്നായിട്ട് ചീത്ത വിളിച്ചു ഞങ്ങളെ. നമ്മൾ തിരിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൃഷ്ണകുമാർ നമ്മുടെ പറഞ്ഞ ഒരു കാര്യം അതാണ്, നീയൊക്കെ ഇവിടെ നിന്ന് ചിരിച്ചിട്ട് ഇറങ്ങുമ്പോൾ എനിക്കറിയാം നീയൊക്കെ ഏതറ്റം വരെ പോകുമെന്ന്. നിന്റെ പാർട്ടിക്കാരെ കൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല, ഇവിടെ ഭരിക്കുന്നവരൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. അവർ ഉന്നയിക്കുന്ന ആരോപണം വലിയൊരു തുക നിങ്ങൾ തട്ടിച്ചു, QR കോഡ് തട്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ്. അതിന് തെളിവില്ലല്ലോ, 69 ലക്ഷം നമ്മൾ എടുത്തെന്ന് തെളിവില്ലല്ലോ. ഇതിന്ന് ഞാൻ തെളിയിക്കും മോനെ. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ 11 മാസത്തിനിടെ 1000 മുതൽ 60,000 രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല.